ലൈക്ക് ഒരാൾ കൂടുന്ന അല്ലെങ്കിൽ ഒരു ക്രൗഡ് കൂടുന്നിടത്ത് ദേ വോണ്ട് എന്റർടൈൻമെന്റ്. അതിനാണല്ലോ ആൾക്കാർ ഡെഫിനറ്റ്ലി ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ മൂഡിലേക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ ഒരു ബിസിനസ് പോസിബിലിറ്റി ഇനിയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ഈ സാധാരണ രീതിയിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഇപ്പോൾ വണ്ടർല കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഫാൻറ്റസി പാർക്ക് മലമ്പുഴയിൽ ഉണ്ട്, ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോം, അങ്ങനെ പല അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. സാധാരണ വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ സാധാരണ രീതിയിൽ നമ്മൾ വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടർല പോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിന് നമ്മൾ സാധാരണ രീതിയിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പുറത്തൊക്കെയുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ടൂറിസ്റ്റ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലും മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കുകളും കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പം പക്ഷേ ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ കൂടുതലും ടൂറിസ്റ്റുകൾക്ക് ആ സ്ഥലം, അവിടുത്തെ കൾച്ചർ, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പം അവിടെ എപ്പോഴും ഒരു 3 to 4 hours കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഞങ്ങൾ നോർമലി സജസ്റ്റ് ചെയ്യാറില്ല.